മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് 10ാമത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഭവനമില്ലാത്തവർക്ക് ഭവനം, കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, കാർഷിക മേഖലയെ ധന്യമാക്കുക എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാണ് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ടമാക്കിൽ പ്രസിഡന്റ് ആൻസി ജോസിന്റെ അധ്യക്ഷതയിൽ അവതരിപ്പിച്ചത്. വൈസ് പ്രസിഡന്റായ 5 വർഷത്തെ ഓണറേറിയമായ 7.5 ലക്ഷം രൂപ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപ മുടക്കി സാധു കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു നൽകുമെന്ന് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ടമാക്കിൽ പറഞ്ഞു. എൻ്റെ പ്രിയ പഞ്ചായത്ത് മെമ്പർമാരെ, ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് മഞ്ഞളൂർ പഞ്ചായത്തിന്റെ 25-26 വർഷത്തെ ബഡ്ജറ്റ് അവതരണം പഞ്ചായത്ത് കമ്മിറ്റിയിൽ നടന്നു. ഈ വർഷത്തെ ബഡ്ജറ്റിൽ നമ്മൾ അടങ്കൽ തുക 18,57,85,836 രൂപയും അതോടൊപ്പം ചെലവ് 18,44,42,980 രൂപ ചെലവും ബാക്കി തുക 23,42,856 രൂപ ബാലൻസുമുള്ള ഒരു ബഡ്ജറ്റാണ് 25-26 വർഷത്തേക്ക് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതിന്റെ വിശദമായ വിവരങ്ങൾ ഈ കമ്മിറ്റിയെ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തില് 2025 മാർച്ച് 31-നകം പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യം സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത കേരള പ്രഖ്യാപനത്തിന്റെ ലക്ഷ്യവുമായി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ പടിയായി നമ്മുടെ പഞ്ചായത്തിലെ അച്ചൻകവല മുതൽ ആവോലി പഞ്ചായത്ത് വരെയുള്ള സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗങ്ങള് നാളെ മെഗാ ക്ലീനിങ് പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ്. പഞ്ചായത്തിലെ മുഴുവൻ കുടുംബശ്രീ അംഗങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ ഒരു ക്ലീനിങ് പരിപാടിയാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിനെല്ലാവരുടെയും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ 25-26 വർഷത്തെ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് 10ാമത് ബഡ്ജറ്റാണ് ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. അതിന് വൈസ് പ്രസിഡന്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ആ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നതിനായി വൈസ് പ്രസിഡന്റിനെ ഏറ്റവും നമ്മൾ ഇന്ന് മഞ്ഞളൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് 14/3/2025 25-26 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. സർവ്വ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ വീടുകളില്ലാത്തവരും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്നവരും കാർഷിക മേഖലയിൽ വിപുലമാക്കുന്ന അല്ലെങ്കിൽ കാർഷിക മേഖലയെ ധന്യമാക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വികസന പാത വെട്ടിത്തുറക്കുന്ന 25-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ വരവ് ഇനത്തിൽ 18,57,85,836 രൂപയും നമ്മൾ ചെലവായി പ്രതീക്ഷിക്കുന്നത് 18,34,42,980 രൂപയുമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നീക്കിയിരിപ്പ് ബഡ്ജറ്റ് എന്നുള്ള നിലയ്ക്ക് 23,42,856 രൂപ നീക്കി ഇരിപ്പുള്ള ബഡ്ജറ്റാണ് 2025-26 കാലത്തേക്ക് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ഈ പഞ്ചായത്തിന്റെ സർവോന്മുഖമായ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനും അതിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഊന്നൽ നൽകുന്നത് സാധുക്കളായ ജനങ്ങൾക്കുള്ള ഭവന പദ്ധതിയും അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികളും കാർഷിക മേഖലയെ ധന്യമാക്കുന്നതിനുള്ള ഈ 2-3 കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ ബഡ്ജറ്റിന് ഊന്നൽ കൊടുക്കുന്നത്. എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ധന്യമുഹൂർത്തമാണ് നടന്നത്. മഞ്ഞളൂർ പഞ്ചായത്തിലെ വികസന പാത തെളിയിക്കുന്നതിന് 10 വർഷക്കാലം നമ്മൾ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് 2 ടേമുകളിലായി 10ാമത്തെ ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. മറ്റാർക്കും അത് അങ്ങനെ ഒരു കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് ലഭിച്ചതെന്ന് എനിക്ക് തോന്നുകയാണ്. വളരെയേറെ സന്തോഷമുണ്ട്. 2 ടേമിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും 2 ടേമിൽ വൈസ് പ്രസിഡന്റായും ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സാധിച്ചു. ഈ 10ാമത് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആശയമാണ്, ഈ 5 വർഷക്കാലം വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് കിട്ടിയ ഓണറേറിയം ഒരു 7.5 ലക്ഷം രൂപ അടുത്തുണ്ടാവും. അത് കൂട്ടി ഒരു 8 ലക്ഷം രൂപയുടെ ഒരു വീട്
ഒരു സാധാരണ 3 ദിവസം ആഴ്ചയിൽ ഡയാലിസിസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കൊച്ചിന് പോലൊരു ചെറിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാധുവായ ഒരു കുടുംബത്തിൽ അബ്ബാസ് എന്ന ഒരു കുടുംബത്തിന് ഒരു വീടുണ്ടാക്കി നൽകുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് ഈ 5 വർഷക്കാലം കിട്ടിയ ഓണറേറിയം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വളരെയേറെ സന്തോഷവും തൃപ്തിയും ഈ തോന്നുന്നു, സംതൃപ്തിയും ഉണ്ട്.